ഹായ് ഹലോ വെൽക്കം ടു ത്രെഡ് നീഡിൽ. ഇത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ നമുക്കൊരു ഡ്രസ്സ് ഫ്രോക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ആങ്കർ ത്രെഡ് കൊണ്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കട്ടിങ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫ്രണ്ട് പാർട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. ഇത് വെച്ച് നമ്മൾ സാറ്റിൻ മെയിൻ തുണിക്കകത്ത് നമ്മളത് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ റഫായിട്ട് ഞാൻ ഫ്രണ്ട് ഭാഗം സാറ്റിൻ തുണിയിലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എങ്ങനെ എംബ്രോയ്ഡറി ചെയ്യാമെന്നും കൂടെ നമുക്ക് നോക്കാം. വേസ്റ്റ് ഭാഗത്തായിട്ടാണ് ഞാനിവിടെ എംബ്രോയ്ഡറി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് പോകും. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം 1/2 ഇഞ്ച് സീം അലവൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലേസും കൂടെ വരുന്നുണ്ട്. ആ ലേസിൻ്റെയും കൂടെ അളവ് നമ്മൾ നോക്കിയിട്ട് വേണം എവിടെയാണ് എംബ്രോയ്ഡറി വരേണ്ടതെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ലേസുകളാണ് ഞാൻ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് ഏത് വെക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇത് കുറച്ച് വലുതാകുമെന്നാണ് തോന്നുന്നത്. 2 ലേസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേതാണ് നമുക്ക് വെക്കാൻ, നമുക്കൊന്ന് വെച്ച് നോക്കാം. ഏതാ കറക്റ്റ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. എംബ്രോയ്ഡറി ചെയ്യേണ്ട ഭാഗവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ഇവിടെ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷനകത്താണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നോർമൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ചെയ്യുന്നത്. എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ അറ്റാച്ച് ചെയ്തേക്കാം. വരയ്ക്കുന്നത് ചിലപ്പം ക്ലിയർ ആവുന്നുണ്ടായിരിക്കത്തില്ല. അത് നോക്കി നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ഫ്രീ ഹാൻഡായിട്ട് ഞാനൊരു വേവ് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ചെറിയൊരു ഫ്ലവറും ലീഫുമാണ് എംബ്രോയ്ഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഞാനിവിടെ പേനയും കൊണ്ടാണ് വരച്ചേക്കുന്നത്. എംബ്രോയ്ഡറി ഒന്ന് ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. പേന ഉപയോഗിക്കുന്നത് ഇതിനകത്ത് റെഡ് കളർ ആയതുകൊണ്ട് ചോക്കും കൊണ്ട് വരച്ചിട്ട് കറക്റ്റായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ്. മാർക്ക് ചെയ്യുന്ന പെൻസിലുണ്ടെങ്കിൽ അതും കൊണ്ട് വരയ്ക്കാം. അതാണ് ഏറ്റവും നല്ലത്. എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഗ്രീൻ കളർ ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്. 2 സ്ട്രാൻഡ്സിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. വളരെ തിന്നായിട്ടൊരു വേവി ലൈനാണ് ആദ്യം നമുക്ക് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തേക്കുന്നത്. വേവി ആയിട്ട് വരച്ചേക്കുന്നതിൽ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ആദ്യം വരയ്ക്കാൻ മറന്നുപോയിട്ടാണ് കേട്ടോ. ആദ്യം നിങ്ങൾ മാർജിൻ മാർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വേവ് വരച്ചാൽ മതി. എംബ്രോയ്ഡറി വരയ്ക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് അന്നേരം വരച്ചാൽ മതി. മാർജിന് തൊട്ടപ്പുറത്തും കൊണ്ട് തന്നെ ആദ്യം അടിയിൽ നിന്ന് ത്രെഡ് കുത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് അകലേക്ക് മാറ്റി താഴേക്ക് വീണ്ടും കുത്തിയിറക്കുക. ത്രെഡ് മുഴുവനായിട്ട് ഇറക്കുന്നതിന് മുന്നേ അതിൻ്റെ സെൻറ്ററിൽ കൂടെ വീണ്ടും നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. കണ്ടോ? ഇതുപോലെ മുന്നോട്ട് ചെയ്തു പോവുക.
ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നൂല് ആദ്യമേ എടുത്ത് സൂചിയിൽ കോർക്കരുത്, വളരെ കുറച്ച് എടുക്കാവൂ. ഒരുപാട് നൂലെടുക്കുമ്പോൾ അത് കെട്ട് കുരുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് നീളത്തിൽ നൂലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഹാൻഡ് എംബ്രോയ്ഡറി ഒട്ടും അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്നൊരു എംബ്രോയ്ഡറിയാണിത്. ഹാൻഡ് എംബ്രോയ്ഡറി അറിയാവുന്ന ആൾക്കാർ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്കറിയാവുന്ന പോലെയാണ് ഞാനിത് ചെയ്യുന്നത്. ഇവിടം വരെ ഞാൻ ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് എംബ്രോയ്ഡറി ചെയ്യുന്ന ആൾക്കാർക്ക്, ഞാനും ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, നീഡിൽ വളരെ കുറച്ച് നീളത്തിൽ ത്രെഡ് എടുക്കാവൂ നീഡിൽ. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ബിഗിന്നേഴ്സായിട്ടുള്ളവർക്ക് രണ്ടാമത്തെ ടിപ്പാണ്, സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴേക്ക് നീഡിൽ കുത്തി ഇറക്കിയിട്ട് ഈ നൂല് മൊത്തത്തിൽ താഴേക്ക് വലിക്കരുത്. നൂല് മുകളിലേക്ക് ഇട്ടിട്ട് തന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് നടുഭാഗത്ത് നിന്ന്, അടിയിൽ നിന്ന് നടുഭാഗത്തേക്ക് എടുക്കുക. എന്നിട്ട് നൂല് മുകളിലേക്ക്, അതായത് കെട്ട് വീഴാത്ത രീതിയിൽ പൊക്കിയെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഈവനായിട്ട് നിങ്ങൾക്ക് ഇത് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, ഇവിടെ കുറച്ചുകൂടി ഈവനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വീണ്ടും ചെയ്യുക. നൂല് മൊത്തത്തിൽ താഴേക്ക് കുത്തി വലിക്കാതിരിക്കുക. അതിനിടയിൽ കൂടെ തന്നെ നടുക്ക് സ്റ്റിച്ച് എടുക്കുക. കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് നീക്കി കുത്തി ഇറക്കുക. അതിനുശേഷം നൂല് മൊത്തത്തിൽ വലിക്കുന്നതിന് മുന്നേ തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. അതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ, ഇപ്പം അടിയിൽ നൂല് മുകളിലേക്ക് ഇട്ടിട്ട്, അതായത് നമ്മളിപ്പോൾ ഈ അടിയിൽ നിന്ന് കുത്തിയെടുക്കുന്ന സ്റ്റിച്ച് നൂലിപ്പോൾ മുകളിലേക്ക് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അടിയിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റിച്ചും അതുപോലെ ചെയ്യുക. ഒന്ന് മുകളിൽ നിന്ന് ഒന്ന് താഴെ നിന്ന് അങ്ങനെ ചെയ്യാതിരിക്കുക, ഇല്ലെങ്കിൽ കറക്റ്റ് ലൈനായിട്ട് വരത്തില്ല. നൂല് അടിയിൽ കൂടെ, സൂചി അടിയിൽ കൂടെയും നൂല് മുകളിൽ കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യുക. എങ്ങനെയാണോ നിങ്ങൾ എടുക്കുക, നൂല് മുകളിലേക്കോ സൂചി അടിയിലേക്കോ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് വരും. കണ്ടില്ലേ? ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈവനായിട്ട് ലൈനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫ്ലവറാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ലീഫും ബാക്കി സ്റ്റെമ്മും കുറച്ച് ബാക്കിയുണ്ട്. നമുക്ക് ഫ്ലവർ അടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 3 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. ത്രെഡ് ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് രംഗോളി എന്ന് പറഞ്ഞിട്ടുള്ള ത്രെഡാണ്, ബ്രാൻഡാണ്. ആങ്കർ ത്രെഡ് കിട്ടുക, ആങ്കർ ബ്രാൻഡിൻ്റെ ത്രെഡ് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇത് ഉപയോഗിച്ച് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. രംഗോളി എന്ന് പറഞ്ഞ ത്രെഡാണിത്. ഇത്
പീസ് 4 രൂപയേ ഉള്ളൂ. അപ്പോൾ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം താഴ്ന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് വെച്ചേക്കുന്നതിന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വീണ്ടും കുത്തിയിറക്കുക. വീണ്ടും അതുപോലെ തന്നെ താഴ്ന്ന സ്റ്റിച്ച് സൂചി കുത്തിയെടുക്കുക. എങ്ങനെയാണോ വരച്ചേക്കുന്നത് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്ര പെർഫെക്റ്റ് അല്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് അടുത്ത ഫ്ലവർ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ടിപ്പെന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറി അറിയാവുന്നവർക്ക് ഈ ടിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്നെപ്പോലെ ഒന്നും അറിയാത്തവർക്ക് എംബ്രോയ്ഡറി ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഒരു എംബ്രോയ്ഡറിയുടെ ABCD പോലും അറിയത്തില്ല. എനിക്കൊന്ന് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ ഔട്ട്ലൈൻ വരച്ചേക്കുന്നത് അവിടെ ഔട്ടർ പോർഷനിൽ നിന്ന് അകത്തേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്ന് സ്റ്റിച്ച് എടുക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ളിലേക്ക് കുത്തിയിറക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുനിന്ന് സ്റ്റിച്ച് എടുക്കുക, ഉള്ളിലേക്ക് കുത്തിയിറക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പൂവായോ എന്നൊന്നും അറിയത്തില്ല. എംബ്രോയ്ഡറി അറിയാവുന്നവർക്ക് ഇത് കണ്ടിട്ട് ചിരിയായിരിക്കും വരുന്നത് കേട്ടോ. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ഇതുപോലെ ഔട്ടർ പോർഷനിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ഇന്നർ പോർഷനിലേക്ക് കുത്തിയിറക്കുക. അപ്പോൾ ഒരു ചെറിയ ഷേപ്പൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പം പൂവായോ കായായോ എന്നുള്ള ചോദ്യമൊന്നും ഇവിടെ ചോദിക്കല്ലേ. അങ്ങനെയുള്ള കമൻറ്റ്സ് ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പൂവൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലവറും സ്റ്റെം സ്റ്റിച്ചും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ലീഫാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ലീഫ് എങ്ങനെ സ്റ്റെമ്മിലും കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്കാറ്റർ ചെയ്തിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന പോലെ കണ്ടപ്പോൾ കുറച്ച് സ്കാറ്റർ ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലീഫിൻ്റെ അറ്റത്തുനിന്ന് പുറം ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പുറത്തുനിന്ന് കുത്തിയെടുത്ത് ഉള്ളിൽ അറ്റ ഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്ത് കൊണ്ട് കുത്തി നിർത്തുക. കുത്തി താഴേക്ക് ഇടുക. ഇതുപോലെ നമ്മൾ വരച്ച ബോർഡറിൽ കൂടെ കുത്തിയെടുക്കുക. താഴെ അതേ ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കി നിർത്തുക.
ഇതാണ് ലീഫ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി ഈ ഒരു പൂവിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന ഒരു സ്റ്റെമ്മും അതിൻ്റെ ഒരു ലീഫും കൂടാണ്. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് കുത്തിയെടുക്കുക, പിന്നെ തൊട്ടപ്പുറത്തേക്ക് മാറ്റി ഒന്ന് കുത്തുക. ഇനി അതിനകത്തൂടെ വീണ്ടും ഉള്ളിലേക്ക് കുത്തിയെടുക്കുക. ഇനി ഈ ലീഫ് നേരത്തെ ചെയ്തതുപോലെ തന്നെ അറ്റത്തുനിന്ന് അകത്തേക്ക് സ്റ്റിച്ച് ചെയ്യും. ഒരു വി പോലെയാണ് ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് വി പോലെ അപ്പുറം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് ലീഫിൻ്റെ ഷേപ്പ് വരുന്നത് നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് താഴേക്ക് ഓരോ ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഫില്ലായില്ല അല്ലെങ്കിൽ ഷേപ്പ് വരുന്നില്ല എന്ന് തോന്നുന്നു, അവിടേക്ക് കുറച്ചധികം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ പെറ്റൽ നല്ല ഷേപ്പായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ലീഫ് ചെയ്തതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് വരുന്ന ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷേപ്പ് കറക്റ്റായിട്ട് വന്നെന്ന് വരത്തില്ല. അപ്പോൾ ചെയ്ത് 2-3 ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ ഓരോ നമ്മൾ ലൈൻ വരച്ച് കൊടുത്തതെന്ന് ഫില്ലായിട്ട് ബോർഡർ കറക്റ്റായിട്ട് വരുന്ന പോലെ അകത്തേക്ക് വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റിച്ചസ് ചെയ്ത് ആ പെറ്റലൊന്ന് ഷേപ്പാക്കി എടുക്കണം. രണ്ട് സ്ട്രാൻഡ്സിനാണ് ഞാൻ ഈ ത്രെഡ് എടുത്തിരിക്കുന്നത്. ഫ്ലവറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് സ്ട്രാൻഡ്സിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ചെറിയൊരു ഫ്ലവർ ആയതുകൊണ്ടാണ് നമ്മൾ 2 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തേക്കുന്നത്. ഫ്ലവറിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ത്രെഡിൻ്റെ എണ്ണവും കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലവർ ആകുമ്പോൾ കുറച്ച് സ്ട്രാൻഡ്സ് മതി. ചെറിയ സ്ട്രാൻഡ്സ് ആകുമ്പോൾ കുറേ കൂടെ ഷേപ്പായിട്ട് കിട്ടും. ഒരുപാട് സ്ട്രാൻഡ്സ് എടുക്കുമ്പോൾ ആ ഷേപ്പ് കറക്റ്റ് ആകത്തില്ല. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഫ്ലവർ ചെറുതാകുമ്പോൾ സ്ട്രാൻഡ്സിൻ്റെ എണ്ണം കുറയ്ക്കണം. ഫ്ലവർ വലുതാകുമ്പോൾ സ്ട്രാൻഡ്സിൻ്റെ എണ്ണം 3-4 ഇട്ട് ചെയ്യാം. അപ്പോൾ കുറേയും കൂടെ ഫില്ലായി കിട്ടും. നമ്മൾ ഈ വരയ്ക്കുന്ന വര ചെറുതല്ലേ, അപ്പോൾ അതിനകത്ത് ഫില്ലായി ഷേപ്പായി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് മൊത്തത്തിലായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പെട്ടെന്നല്ല, കുറച്ച് സമയം എടുക്കും, എംബ്രോയ്ഡറിക്ക് സമയം എടുക്കും. പക്ഷെ അങ്ങനെയല്ല, ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന
വളരെ സ്ട്രെയിറ്റ് സ്റ്റിച്ചുകളും സ്റ്റെം സ്റ്റിച്ചും മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എംബ്രോയിഡറിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൊന്ന് അറിയിക്കണം എങ്ങനെയായിരുന്നു, നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി ആണ്. പെട്ടെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും എംബ്രോയിഡറി ചെയ്യാൻ. എല്ലാ എംബ്രോയിഡറിക്ക് അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. പക്ഷേ ബിഗിനേഴ്സിനും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റിച്ചുകൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ട്, അങ്ങനെയുള്ളൊരു എംബ്രോയിഡറിയാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. സ്ട്രെയിറ്റ് സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും മാത്രമേ ഇതിനകത്തുള്ളൂ. പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചും ഇതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് പോലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വേറെയും വീഡിയോകൾ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ എംബ്രോയിഡറി വീഡിയോകളാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. എന്നാലാണ് എനിക്ക് നിങ്ങളുടെയും കൂടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എംബ്രോയിഡറി ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് കൊണ്ടുവരാനും നിങ്ങൾക്കത് കാണാനും പറ്റത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണണേ. ഫ്ലവറിൻ്റെ നടുഭാഗത്ത് ഞാൻ ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് നേരത്തെ എങ്ങനെയാണോ നമ്മൾ സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ ഫ്ലവറൊക്കെ എങ്ങനെയാണോ ചെയ്ത് അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഫ്ലവറിൻ്റെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ടോപ്പ് പോർഷനിലുള്ള എംബ്രോയിഡറി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ടോട്ടലായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു സിമ്പിൾ എംബ്രോയിഡറിയാണ്. ഒട്ടും അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറിയാണിത്. ഒരു 5-6 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് തീർത്തത്. ഒറ്റ ട്രിപ്പ് ഇരുന്നില്ല, 2-3 ദിവസമായിട്ട് ഇരുന്നിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. അത്രയും സമയമൊന്നും ചിലപ്പം വേണ്ടി വരത്തില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അടുപ്പിച്ചിരിക്കാത്തത് കൊണ്ട് അത് തീരാത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്കേർട്ടിൻ്റെ ഒരു എംബ്രോയിഡറിയും കൂടെ ഉണ്ട്. അതിൻ്റെയും വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.